കുനാഫ പല ടൈപ്സിലുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് മൊസറല്ല ചീസൊക്കെ ചേർത്ത് ക്രീം ചീസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുനാഫയുടെ റെസിപ്പി നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മൾ ബട്ടർ, അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, കുനാഫ ഡോ എടുക്കുക. പിന്നെ കുനാഫ ഡോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുനാഫ ഡോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഫ്രീസറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൈകൊണ്ട് വലിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. എന്നിട്ട് കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരുപാട് ക്രഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ കുനാഫ ഡോ എവിടെയാണ് കിട്ടുകയെന്നൊക്കെ ചില ആൾക്കാർ ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രീസർ ടൈപ്പിലുള്ള സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് കൂടുതലും ഇതുണ്ടാവുക. പിന്നെ കേക്ക് ഷോപ്പിലും പല സ്ഥലത്തായിട്ടും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കൊടുക്കുന്നതും ഉണ്ട്. ഇത് 1 kg പാക്കറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുനാഫയിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നില്ലേ, അതുപോലെ ആ ഒരു ബട്ടർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഫ്രീസറിങ് ആ ഒരു തണുപ്പ് പോകുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണം കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് ആ ഒരു ബാറ്ററിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ഒരു ക്രഞ്ചിനെസ്സും കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. പിന്നെ കുനാഫ പുറമേ നമുക്ക് സെയിം മെത്തേഡ് ആണെങ്കിലും ഉള്ളിലെ ഫില്ലിങ്സ് പല ടൈപ്പിലുണ്ട്. ന്യൂട്രല്ല കുനാഫ ഉണ്ട്, ക്രീം ചീസ് കുനാഫ, മൊസറല്ല കുനാഫ, നോർമലി ക്ലാസിക് കുനാഫ, അങ്ങനെ പല ടൈപ്സിലായിട്ട് ഉള്ളിലെ ഫില്ലിങ്സ് മാറുന്നതിനനുസരിച്ച് പേരും ടേസ്റ്റും എല്ലാം ഡിഫറൻസ് വരും കേട്ടോ. ഇത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമറാണ്. ബ്രൗണീസും കുനാഫയും പലതരം ഫ്ലേവറിലുള്ള അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഫ്ലേവറിലുള്ള കേക്ക്സും ഒക്കെ ഈ ഒരു കസ്റ്റമർ വാങ്ങാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അധികം വെറൈറ്റി ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ടിന്നെടുത്തിട്ടുള്ളത് 5 inch ടിന്നിൽ ഇതുപോലെ ഒന്ന് താഴെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് വെച്ച് നമ്മൾ കുനാഫ ഡോ വെച്ചു. പിന്നെ മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൊസറല്ല ചീസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫില്ലിങ്സിൻ്റെ ആണ് അത്യാവശ്യം കാര്യങ്ങൾ വരുന്നത്. നമ്മൾ 3 ടൈപ്പിലാണ്: സ്മോൾ കുനാഫ, മീഡിയം കുനാഫ, ലാർജ് കുനാഫ, അങ്ങനെ പല സൈസിലാണ് പല ഇതിലാണ് വരുന്നത്. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഓവനിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്യാം കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിൽ ആണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അങ്ങനെ ഏതെങ്കിലും ആയിട്ട് ചെയ്താൽ മതിയാവും. ഞാൻ ഇതിവിടെ കുറച്ച് സമയം ഓവനിൽ ചെയ്തതിന് ശേഷം കറണ്ട് പോയാലും പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലോട്ടാണ് പിന്നെ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ക്രിസ്പി ആവുന്നത് വരെ 2 സൈഡും നമ്മൾ ക്രിസ്പി ആവുന്നത് വരെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് മൊസറല്ല ചീസും പിന്നെ ഫ്രഷ് ക്രീമും ക്രീം ചീസും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ ഏത് ഫില്ലിങ്സ് ആണെങ്കിലും സെൻറ്ററിലോട്ടേക്ക് മാത്രം, സൈഡിലോട്ടേക്ക് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ താഴെയും മേലയിലും ഒക്കെ ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. സെൻറ്ററിലോട്ട് നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം ചീസ് പുള്ളിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചൂടോടെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചീസ് പുള്ളിങ് ആയിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് സെൻറ്ററിലോട്ടേക്കെല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും കുനാഫ ഡോ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുനാഫ ഡോ വെക്കുമ്പം സൈഡ് നന്നായിട്ട് കവർ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒലിച്ചിറങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂട്രല്ല കുനാഫയും ചീസ് കുനാഫയും പിന്നെ ന്യൂട്രല്ല ബ്രൗണീസും ആണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ഇതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ബാറ്റർ പുറത്തോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 കുനാഫയും ആക്കുന്ന സമയത്ത് കുറച്ചൊരു കുനാഫ എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ, നമുക്കൊന്ന് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊരു ചെറിയ ഒരു കപ്പിലേക്കാണ് മാറ്റുന്നത്. നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡിലോട്ടേക്കാണ് മാറ്റുന്നത്. അപ്പം കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മൊസറല്ല ചീസും ക്രീം ചീസും കാര്യങ്ങളും ഫ്രഷ് ക്രീമും ഇതൊക്കെ ചേർത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനും ഞാൻ കുറച്ച് സമയം മാത്രമേ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് ബാക്കി കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അത്യാവശ്യം ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കറണ്ട് പോയതുകൊണ്ട് തന്നെ കറണ്ട് വരാൻ വേണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വരാൻ വെയിറ്റ് ചെയ്തതുകൊണ്ട് ക്രീം ചീസൊക്കെ കുറച്ചൊന്ന് ചൂട് ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് ആറുന്ന സമയത്ത് നമുക്കത് ചീസ് പുള്ളിങ്ങും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഞാൻ ആദ്യം രണ്ടാമത് ചൂടാക്കാനോ കാര്യങ്ങളൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് വരുന്ന സമയം വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ചീസ് പുള്ളിങ്ങും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും കുറച്ച് ക്ലാരിറ്റിയോടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതാണ്. പിന്നെ ചൂടാക്കാനുള്ള മടി, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് വേഗം അത് ചൂട് പോയതിന് ശേഷം തന്നെ വീണ്ടും സിറപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്ന് താഴെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അതായത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷീറ്റിലോട്ടേക്ക് അല്ലാതെ നമ്മൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ടൈപ്പ് ആക്കുന്ന സമയത്താണ് ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കപ്പിൻ്റെ ആ ഒരു കുനാഫേൻ്റെ ആ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല സ്മോൾ കുനാഫ ടൈപ്പാണ്. പിന്നെ ഒരു സൈഡ് ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രീം ചീസും കാര്യങ്ങളും അടിയിലോട്ടേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് അലൂമിനിയം ഫോയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല ചൂടോടെ തന്നെ കസ്റ്റമർ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം പിസ്താഷ്യോ നട്ട്സ് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് നൈഫ് വെച്ച് ക്രഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അപ്പുറത്തെ സൈഡ് വരുന്നത് നമ്മൾ ന്യൂട്രല്ല കുനാഫയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു കുനാഫയും കാര്യങ്ങളൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ ഡിസൈൻ ചെയ്യുന്ന സാധനത്തിൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നട്ട്സ് അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ സിറപ്പും കാര്യങ്ങളൊക്കെ ഒരു ബോട്ടിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ന്യൂട്രല്ല കുനാഫ ന്യൂട്രല്ല ബ്രൗണിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിന് എന്തൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് എന്നോട് പെട്ടെന്ന് വിളിച്ച് പറയും, അവിടെ ഇന്ന സാധനം വേണം, അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കസ്റ്റമറാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ചൂടോടെ തന്നെ അതിൻ്റെ മുകളിലേക്ക് സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചീസും കാര്യങ്ങളൊക്കെ വെളിയുന്നത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ വീഡിയോസിൻ്റെ അകത്തും പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചില ഇതിൽ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചീസ് വെളിയുന്നതും അതും കുറച്ച് ഒന്ന് വീഡിയോയിൽ കാണാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ അതിൽ സിറപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ്